അപ്പം നമ്മുടെ കല്ലുമ്മക്കായാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. കല്ലുമ്മക്കായ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് എടുക്കണം. ചേർക്കേണ്ട മഞ്ഞൾപ്പൊടി, അതേപോലെ ഉപ്പ്, പെരിഞ്ജീരകം, മുളക് പൊടി, പിന്നെ അതേപോലെ തേങ്ങ ചിരകിയെടുത്തത്. ഈ ഐറ്റംസ് എല്ലാം നമ്മളിന്ന് ഇതിലേക്ക് ഇടുന്നതാണ് കേട്ടോ. നമ്മൾ അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ മസാല എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തേങ്ങ നമ്മൾ ചിരകിയെടുത്തത്, ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, അരിപ്പൊടി, ആവശ്യത്തിനുള്ള അരിമാവ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. കല്ലുമ്മക്കായി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കല്ലുമ്മക്കായിൽ നമ്മുടെ മസാല, ഈ മാവും മറ്റുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫില്ലിങ്സ് കംപ്ലീറ്റ് ചെയ്ത കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായി ബോയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, കണ്ടോ, കല്ലുമ്മക്കായി ഇനി നമുക്ക് ബോയിൽ ചെയ്തിട്ട് കഴിക്കാം അല്ലേ. കല്ലുമ്മക്കായ് കേട്ടാ, കല്ലുമ്മക്കായ കൊണ്ട് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ നിറച്ചിട്ടുള്ള ആ ഒരു ഇത് കണ്ട. ഇനി നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് കഴിച്ചു നോക്കണം. എന്നാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കണ്ട, നമ്മളെ കല്ലുമ്മക്കായാണ് കണ്ട, കല്ലുമ്മക്കായ് നല്ല അടിപൊളിയായിട്ട് കണ്ട. ഓരോ പീസും കണ്ട നല്ല അടിപൊളി പീസാണ്. എല്ലാവരും തിന്നാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് കല്ലുമ്മക്കായ അല്ലേ. കല്ലുമ്മക്കായാണ് കേട്ടാ. കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ കല്ലുമ്മക്കായി മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം അല്ലേ. അല്ലേ. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായി ഇങ്ങനെ ഫ്രൈ റെഡി ആയിട്ടാ, അടിപൊളി അല്ലേ. എടുത്താലോ അല്ലേ. ഏറ്റവും ചെറിയ അടിപൊളിയല്ലേ. പൊട്ടിത്തിറക്കി
ഓടിക്കോ. ഇത്ര നമ്മുടെ കല്ലുമ്മക്കായയുടെ അങ്ങനെ ഇത് ഫില്ലിങ്സ് നിറച്ചതാണ്. പിന്നെ അതുപോലെ കപ്പ, പിന്നെ മീൻകറി, ചട്നി, അതേപോലെ നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ. അടിപൊളിയല്ലേ? അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിക്കണം അടിപൊളിയായിട്ട്.